വലിയ ആഡംബരമായ ഒരു വീട്. രാവിലത്തെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പോലും ഒരു ശാന്തതയുണ്ടായിരുന്നു. പക്ഷെ ആ വീടിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരത്തിന്റെ ചൂട് കത്തിക്കൊണ്ടേയിരുന്നു. ആ വീട്ടിലെ നീലിമ. പുതിയ ഫാഷൻ വസ്ത്രങ്ങളും വില കൂടിയ മൊബൈലും സോഷ്യൽ മീഡിയയിലെ ആയിരക്കണക്കിന് ഫോളോവേഴ്സും, ഇതൊക്കെയാണ് നീലിമയുടെ ലോകം. പക്ഷെ ഒരു സത്യം അവൾ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അവൾക്കുണ്ടായിരുന്ന എല്ലാം അവളുടെ അച്ഛന്റെ കരങ്ങളിലൂടെയാണ് വന്നത്. അവളുടെ അച്ഛൻ രാജശേഖരൻ സാധാരണ വസ്ത്രം ധരിക്കുന്ന, സത്യസന്ധതയുള്ള, ആരെയും താഴ്ത്തി കാണാത്ത ഒരു മനുഷ്യൻ. രാജശേഖരന്റെ ലോകം തന്റെ മകൾ നീലിമയിലാണ്. നീലിമ എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് ഉള്ളതുകൊണ്ട് തന്നെ നീലിമ പറയുന്നതെല്ലാം രാജശേഖരൻ വാങ്ങിച്ചു കൊടുക്കും. നീലിമയുടെ അമ്മയുടെ മരണശേഷം ഒരു കുറവും അറിയിക്കാതെയാണ് നീലിമയെ രാജശേഖരൻ വളർത്തിയത്. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ ആ സ്വാതന്ത്ര്യം പതിയെ നീലിമയ്ക്ക് അഹങ്കാരമായി മാറി. നീലിമ കോളേജിലേക്ക് പോകുമ്പോൾ പുതിയ ഫാഷൻ ഡ്രസ്സ്, ബ്രാൻഡഡ് ബാഗ്, കയ്യിലൊരു ഐഫോൺ, അവൾക്ക് ചുറ്റും കൂട്ടുകാർ. പക്ഷേ പാവപ്പെട്ട കുട്ടികളെ ഒരിക്കലും അവൾ ബഹുമാനിച്ചിട്ടില്ല. അവരെ എപ്പോഴും താഴ്ത്തിക്കെട്ടുക മാത്രമാണ് അവൾ ചെയ്യുന്നത്. ഒരു ദിവസം ക്ലാസ്സിലേക്ക് പാവപ്പെട്ട ഒരു പെൺകുട്ടി പഴയ വസ്ത്രം ധരിച്ചു വന്നു. ഉടനടി തന്നെ അവൾ ചിരിച്ചുകൊണ്ട്, ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ച് കോളേജിൽ വരാൻ നിനക്ക് ലജ്ജയില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. നീലിമയുടെ കൂട്ടുകാരെല്ലാം ആ പാവപ്പെട്ട കുട്ടിയെ കളിയാക്കി ചിരിച്ചു. ആ പെൺകുട്ടി തല താഴ്ത്തി നിന്നു, കണ്ണുനീർ അടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ നീലിമയ്ക്ക് അതൊരു തമാശ മാത്രമായിരുന്നു. കോളേജ് കഴിഞ്ഞ് കാറിലിരുന്ന് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് പോകുന്നു. ഹായ് ഗായ്സ്, ടുഡേ വാസ് സോ ബോറിംഗ്. അവൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പാവപ്പെട്ട കുട്ടികളുടെ കണ്ണുനീർ അവൾക്കൊരു കണ്ടന്റ് മാത്രമാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാജശേഖരൻ ചായ കുടിച്ചിരിക്കുമ്പോൾ നീലിമ ഫോണിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജശേഖരൻ പതുക്കെ നീലിമയുടെ അരികിലേക്ക് വന്നു. മോളെ എന്ന് പതുക്കെ വിളിച്ചു. ഉടനടി നീലിമ, പറയൂ ഡാഡ്. രാജശേഖരൻ പിന്നെയും തുടർന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഹരിപ്രസാദ്. ഹരിപ്രസാദിന്റെ മകനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അവൻ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറാണ്. അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നീലിമ ഒന്ന് ദേഷ്യത്തിൽ തന്നെ എഴുന്നേറ്റു. വാട്ട്? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഒരു ഗവൺമെന്റ് ഡോക്ടറെയോ? ഞാൻ ആരാണെന്ന് അച്ഛൻ അറിയില്ലേ? അവളുടെ ശബ്ദം ഉയർന്നു. എനിക്കൊരു ലൈഫ് ഉണ്ട്, ഒരു സ്റ്റാറ്റസ് ഉണ്ട്. എനിക്ക് മാച്ച് ആകുന്ന ആളെ മാത്രമാണ് എനിക്ക് വേണ്ടത്. എനിക്കൊരു ബിസിനസ്മാനെ മാത്രം മതി. നീലിമയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാജശേഖരൻ മിണ്ടാതെ നിന്നു. പക്ഷേ പിന്നീട് ഒടുവിൽ രാജശേഖരന്റെ നിർബന്ധപ്രകാരം നീലിമയ്ക്ക് ഹരീഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഏറെ വൈകാതെ തന്നെ ഹരീഷിന്റെയും നീലിമയുടെയും വിവാഹം ആഡംബരമായി കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് പുതിയ വധുവായി നീലിമ ഹരീഷിന്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി. പക്ഷേ അവൾക്ക് അതൊരു വീടായി തോന്നിയത് പോലുമില്ല. അവൾക്ക് ആ വീട് കണ്ടപ്പോൾ നിരാശ മാത്രമായിരുന്നു. ഹരിപ്രസാദ് സാധാരണ ഒരു ഡോക്ടറാണ്. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി എന്തും ചെയ്യും. തന്റെ സമ്പാദ്യമൊക്കെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവാക്കും. അതുകൊണ്ട് തന്നെ വീടിന് വേണ്ടി ഒന്നും ഹരിപ്രസാദിന് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ സാധാരണ വീട്, പഴയ മതിലുകൾ, സിമ്പിൾ ഫർണിച്ചർ. നീലിമ വീടിന്റെ ചുറ്റും നോക്കി. അവളുടെ മുഖം ഉടനെ മാറി. അവൾ മനസ്സിൽ ഉള്ളിൽ തന്നെ ചോദിച്ചു, ഇത്ര ചെറിയ വീട്ടിൽ ഞാൻ എങ്ങനെ താമസിക്കുവാനാ? ലക്ഷറി ജീവിതം ജീവിച്ച ഞാൻ എങ്ങനെയാണ് ഇവിടെ കഴിയുക? അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഹരിപ്രസാദിന്റെ അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നീലിമയോട് പറഞ്ഞു, മോളെ, അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ? ഉടനടി നീലിമ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് പറ്റില്ല ആന്റി. നീലിമ അപ്പോഴും ഫോണിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ മുഖം ഒന്ന് മങ്ങിപ്പോയി. എങ്കിലും വീട്ടിൽ സ്നേഹത്തോടെ പറഞ്ഞു, പതിയെ മോളിതൊക്കെ പഠിച്ചാൽ മതി, ഞാൻ മോളെ പഠിപ്പിക്കാം. ഉടനടി നീലിമ ദേഷ്യത്തോട് കണ്ണേ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? എനിക്കിത് പഠിക്കുവാനേ ഇഷ്ടമല്ല. എനിക്ക് വീട് ഒരിക്കലും ഇഷ്ടമല്ല. ഒരു ഡോക്ടറുടെ വീടാണോ ഇത്? എന്റെ വീട്ടിലെ അടുക്കളയുടെ പോലും അത്രയ്ക്കും പോലുമില്ല ഈ വീട്. എനിക്കിവിടെ ഇരിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ വർത്തമാനവും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ തന്നെ അവൾ അവളുടെ മുറിയിലേക്ക് പോയി. ആ വാക്കുകൾ കേട്ടപ്പോൾ ഹരിപ്രസാദിന്റെ അമ്മയുടെ ഹൃദയം വേദനിച്ചു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വൈകുന്നേരമായി ഹരീഷ് വീട്ടിലേക്ക് വന്നു. അമ്മയുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവൻ എന്തോ തെറ്റ് പോലെ തോന്നി. എന്താ അമ്മേ എന്ന് അവൻ അമ്മയോട് ചോദിച്ചു. അമ്മ ഒന്നും പറയാതെ ചിരിക്കുവാൻ ശ്രമിച്ചു. ഒന്നുമില്ലേ മകനെ. പക്ഷേ അവന് മനസ്സിലായി നീലിമ അമ്മയുടെ മനസ്സ് ദ്രോഹിക്കുന്നു എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. അവൻ പതുക്കെ നീലിമയുടെ അരികിലേക്ക് പോയി. നീലിമയോട് പതുക്കെ പറഞ്ഞു, നിനക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാൻ ശ്രമിക്കുമോ നീ? ഉടനടി നീലിമ ദേഷ്യത്തിൽ തന്നെ, എനിക്കിവിടെ ഒരിക്കലും ഒത്തുപോകുകയില്ല. നിങ്ങളെയും നിങ്ങളുടെ അമ്മയെയും ഈ വീടും എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. എനിക്കിവിടുത്തെ ഫുഡും വേണ്ട, ഒന്നും വേണ്ട.
ഞാൻ എപ്പോഴും പുറത്തുനിന്ന് വേഗിപ്പിച്ച് ഭക്ഷണം കഴിച്ചോളാം. നിങ്ങളുടെ ജീവിതം തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൾ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഇത് ഹരിപ്രസാദിന് ഏറെ വിഷമത്തിലാക്കി. അങ്ങനെ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ വീട്ടിൽ വഴക്ക് കൂടിക്കൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തട്ടിക്കളയും. ഒരിക്കലും അവൾക്ക് അവിടെ ഒത്തുപോകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ശാരീരികമായി ഒരു അസ്വസ്ഥത തോന്നി. ഉടനടി തന്നെ ഹരിപ്രസാദ് അവളെ പരിശോധിച്ചു. ഹരിപ്രസാദിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീലിമ, നീ ഗർഭിണിയാണ്. ഉടനടി അവൾ ആകെ ഞെട്ടി. അവൾ ദേഷ്യത്തിൽ തന്നെ ഹരിപ്രസാദിനോട് ചോദിച്ചു, എന്ത്? ഞാൻ ഗർഭിണിയാണെന്നോ? എനിക്കതൊരിക്കലും സമ്മതിച്ചു തരുവാൻ പറ്റുകയില്ല. ഉടനടി ഹരീഷ് മൃദുവായി പറഞ്ഞു, സത്യമാണ് നീലിമ, നീ ഇപ്പോൾ ഗർഭിണിയാണ്. എന്നാൽ അവൾക്ക് ഒരിക്കൽ പോലും അത് അംഗീകരിക്കുവാൻ സാധിച്ചില്ല. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്ലാൻ ചെയ്യാത്ത കാര്യമാണത്. അവളുടെ മുഖത്ത് ഭയം, കോപം എല്ലാം കൂടെ നിറഞ്ഞു. ഈ കുഞ്ഞ് എനിക്ക് വേണ്ട എന്ന് അവൾ തർപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹരീഷ് നിറകണ്ണുകളോട് പറഞ്ഞു, ഒരിക്കലും വേണ്ടാന്ന് വയ്ക്കുവാൻ പറ്റുകയില്ല. ഇപ്പോൾ നിനക്ക് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യുവാൻ തന്നെ നിവർത്തിയില്ല. ഒടുവിൽ നീലിമയ്ക്ക് ആ ഗർഭം സ്വീകരിക്കേണ്ടി വന്നു. പക്ഷെ ഗർഭിണിയായിട്ടും നീലിമയുടെ സ്വഭാവം മാറിയില്ല. അവളുടെ അഹങ്കാരം കുറഞ്ഞില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾ വീട്ടിൽ വഴക്കു കൂടിക്കൊണ്ടേയിരുന്നു. ഹരീഷിന്റെ അമ്മയെ ഒരിക്കലും സ്വന്തം അമ്മയായി അവൾ കണ്ടിരുന്നില്ല. അവളൊക്കെ എപ്പോഴും ദേഷ്യം മാത്രമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞുപോയി. വലിയൊരു അവസരം ലഭിച്ചു വിദേശത്ത് ഡോക്ടറുടെ സ്പെഷ്യലൈസേഷൻ പഠിക്കുവാൻ. ഏറെ വൈകാതെ തന്നെ നീലിമയോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവൻ വിദേശത്തിലേക്ക് പോയി. പക്ഷേ അതോടുകൂടി ആ വീട് ശൂന്യതയിലേക്ക് പോയി. അമ്മ ഒറ്റയ്ക്കായി. അമ്മയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു, എന്റെ മരുമകൾ എന്നെങ്കിലും നന്നാകും, അവളുടെ മനസ്സ് മാറും എന്ന്. പക്ഷെ അത് സംഭവിച്ചില്ല. നീലിമയുടെ പെരുമാറ്റം കൂടുതൽ മോശമായി. അവൾ എപ്പോഴും അമ്മയെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വലിച്ചെറിയും. എനിക്കിത് കഴിക്കുവാൻ പറ്റുകയില്ല എന്ന് പറയും. ഒടുവിൽ അമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ആ വീട്ടിൽ ഒത്തുപോകുവാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോൾ തന്നെ ഡൈവോഴ്സ് വേണം. എനിക്ക് ആ ഡോക്ടറുമായി ജീവിതം വേണ്ട. രാജശേഖരൻ ഇത് കേട്ടപ്പോൾ വിഷമത്തിലായി. മകളെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ നോക്കി. പക്ഷെ അവൾ ഒരിക്കലും സമ്മതിച്ചില്ല. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി രാജശേഖരൻ ഹരീഷിനെ വിളിച്ച് ഡൈവോഴ്സിന്റെ കാര്യങ്ങൾ നീക്കുന്നു. ഹരീഷ് പലതവണ അവളെ ഫോണിൽ വിളിച്ചു. പക്ഷെ അവൾ ഫോണൊന്നും എടുത്തത് പോലുമില്ല. അങ്ങനെ ഏറെ വൈകാതെ തന്നെ അവരുടെ ഡൈവോഴ്സ് നടക്കുന്നു. ഡൈവോഴ്സ് കഴിഞ്ഞ ആ വലിയ ആഡംബര വീട്ടിൽ നീലിമ ഒറ്റയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. നീലിമയുടെ വയർ പതിയെ വലുതായി തുടങ്ങി. ഒരിക്കൽ മോഡേൺ ഡ്രസ്സുകൾ തിളങ്ങിയിരുന്ന അവൾക്ക് ഇപ്പോൾ അവയെല്ലാം അണിയാൻ പോലും പറ്റുന്നില്ല. കണ്ണാടിയിൽ മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് സ്വയം നോക്കി. ഇത് ഞാനാണോ? അവൾക്ക് തന്നെ അവളെ തിരിച്ചറിയാൻ പറ്റിയില്ല. മാറ്റം പുറത്തു മാത്രമല്ലായിരുന്നു, അവളുടെ ജീവിതം മുഴുവൻ മാറി. ഫ്രണ്ട്സ്, ഒരിക്കൽ അവളുടെ ചുറ്റും നടന്നിരുന്നവർ ആരും തന്നെ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നില്ല. അവൾക്ക് വീടിന്റെ പുറത്തേക്ക് പോകുവാൻ പറ്റുന്നില്ല. ആരും അവളെ വിളിക്കുന്നില്ല. ഒരു ദിവസം അവൾ സ്വയം മെസ്സേജ് അയച്ചു, ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ എവിടെയാണ്? പക്ഷെ ആരും അവൾക്ക് റീപ്ലൈ കൊടുത്തില്ല. ആ നിമിഷം അവളുടെ ഹൃദയം തകർന്നു. സോഷ്യൽ മീഡിയയിൽ അവൾ പോസ്റ്റ് ഇടുമ്പോൾ ആരും തന്നെ അത് മൈൻഡ് വയ്ക്കുക പോലുമില്ല. ലൈക്കുകൾ കുറവ്, കമന്റുകളില്ല. അവൾക്ക് മനസ്സിലായി തുടങ്ങി, അവൾക്കുണ്ടായിരുന്നത് സ്നേഹമല്ല, ഒരു ഇമേജ് മാത്രമായിരുന്നു. എന്നാൽ വീട്ടിൽ രാജശേഖരന്റെ ബിസിനസ് പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു. വലിയ നഷ്ടം വന്നു. ഒരു ദിവസം രാജശേഖരൻ കസേരയിലിരുന്നു കൊണ്ട് തലയിൽ കൈവച്ച് പറഞ്ഞു, എല്ലാം പോയി മകളെ, നമ്മുടെ ബിസിനസ് എല്ലാം തകർന്നു. നീലിമ അത് കേട്ടു. പക്ഷേ അത് അവൾക്ക് വിശ്വസിക്കുവാൻ പറ്റിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ വലിയ വീട്ടിൽ അവൾ ശൂന്യതയിൽ അകപ്പെട്ടു പോയി. പണ്ടത്തെ ചിരിയില്ല, ഫ്രണ്ട്സ് ഇല്ല, പാർട്ടിയില്ല. നീലിമ ആ വീട്ടിൽ തന്നെ തനിച്ചായി. അവൾ സോഫയിലിരുന്ന് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തു. പക്ഷേ ഒന്നും അവൾക്ക് സന്തോഷം കൊടുത്തില്ല. അവൾ കണ്ണുകൾ പതിയെ നനയുവാൻ തുടങ്ങി. കാലം കാത്തിരുന്ന ആ നിമിഷം. ഒരു രാത്രി അവൾക്ക് പെട്ടെന്ന് പ്രസവ വേദന തുടങ്ങി. അവൾ അച്ഛനെ വിളിച്ചു. വേദന കൂടുന്നു. രാജശേഖരൻ ഓടിയെത്തി. ഉടനടി തന്നെ അവളെ എടുത്ത് വലിയൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാറിൽ നീലിമ വേദന കൊണ്ട് കരഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിൽ പല കാര്യങ്ങളും ഓടിപ്പോയി. ഹരീഷ്, അമ്മ, വീട്ടിലെ വാക്കുകൾ. അവൾ ആദ്യമായി ഭയപ്പെട്ടു. എനിക്ക് എന്തെങ്കിലും ആയാൽ അവൾ അച്ഛനോട് പറഞ്ഞു. രാജശേഖരൻ അവളുടെ കൈ പിടിച്ചു. ഒന്നുമില്ല മകളെ, ഞാനുണ്ട് നിന്റെ ഒപ്പം. പക്ഷെ രാജശേഖരന്റെ കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിലെത്തി. ആശുപത്രി മുൻപിൽ കാർ നിർത്തിയ നിമിഷം രാജശേഖരൻ വാതിൽ തുറന്ന് നീലിമയെ പിടിച്ചിറക്കി.
ഡോക്ടർ, ആരെങ്കിലും സഹായിക്കുമോ? അവന്റെ ശബ്ദം കുലുങ്ങി. നീലിമ വേദന കൊണ്ട് തളർന്നു. ശ്വാസം മങ്ങുന്നു. കണ്ണുകൾ അടയുവാൻ തുടങ്ങി. ആ സമയത്ത് ദൂരത്തു നിന്ന് ഒരാൾ വേഗത്തിൽ നടന്നു വരുന്നത് കണ്ടു. രാജശേഖരന്റെ കണ്ണുകൾ അവിടെ തന്നെ നിന്നു. അതെ, അത് ഹരീഷ്. പക്ഷെ അവനിപ്പോ പഴയ ഹരീഷ് അല്ലായിരുന്നു. അവന്റെ നടപ്പിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. മുഖത്ത് ഗൗരവവും. ചുറ്റും സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു അവന്റെ കൂടെ. ഇപ്പോൾ അവൻ ആ വലിയ ആശുപത്രിയുടെ ഓണറാണ്, പേരുകേട്ട ഡോക്ടർ. രാജശേഖരൻ ഒരു നിമിഷം ഹരീഷിനെ കണ്ടപ്പോൾ ഞെട്ടി. ഹരീഷ് ഒരു നിമിഷം നീലിമയെയും രാജശേഖരനെയും ഒന്ന് നോക്കി. സ്ട്രെച്ചറിൽ അവളെ കയറ്റുമ്പോൾ അവൻ ഉടനെ കമന്റ് നൽകി. വേഗം റെഡിയാക്കൂ, ഓപ്പറേഷൻ തിയേറ്റർ വേഗം തന്നെ, വെരി ക്വിക്ക്. ഡോക്ടർമാർ ഓടിത്തുടങ്ങി. ഹരീഷ് അടുത്തേക്ക് വന്നു. നീലിമയെ നോക്കി. അവളുടെ മുഖം വെളുത്തു. ശ്വാസം തളർന്നു. നീലിമ, അവൻ മൃദുവായി വിളിച്ചു. പക്ഷേ അവൾ കേൾക്കുവാൻ പറ്റുന്നില്ല. അവൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നു. ഹരീഷിന്റെ മുഖം കഠിനമായി മാറി. അവൻ സ്റ്റാഫിനോടെല്ലാം കൂടി പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ബ്ലഡ് അറേഞ്ച് ചെയ്യണം. അല്പസമയം കഴിഞ്ഞ് ഒരു നഴ്സ് ഓടി വന്നു. ബ്ലഡ് സ്റ്റോക്ക് ഇല്ല സാർ, ഗ്രൂപ്പ് വളരെ റയറാണ്. ഒരു നിമിഷം അവിടെ നിശബ്ദത. രാജശേഖരന്റെ ഹൃദയം നിൽക്കുന്നത് പോലെ തോന്നി. ഡോക്ടർ, എന്റെ മകളെ രക്ഷിക്കണം, രാജശേഖരൻ ഹരീഷിനോട് പറഞ്ഞു. ഹരീഷ് കണ്ണുകൾ അടച്ചു. ഒരു ദീർഘശ്വാസം എടുത്തു. അവന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ, നീലിമയുടെ വാക്കുകൾ, അവളുടെ അവഗണന, അവളുടെ അഹങ്കാരം. പക്ഷേ അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ രക്തമാണ്. അവൻ ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് എന്റെയും. ഞാൻ ബ്ലഡ് കൊടുക്കാം. അവളുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ്. ബ്ലഡ് കൊടുത്താൽ ശരിയാക്കും. ഒന്നില്ലെങ്കിലും എന്റെ ജീവനല്ലേ അവളുടെ വയറ്റിലുള്ളത്. അങ്ങനെ ആ സമയത്ത് അവനൊരു ഭർത്താവായി, അച്ഛനായി, ഒരു ഡോക്ടറായി. അവൻ തന്റെ രക്തം നീലിമയുടെ ജീവൻ രക്ഷിക്കുവാൻ നൽകി. സമയം കടന്നു. നിമിഷങ്ങൾ മണിക്കൂറുകൾ പോലെ. അവസാനം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. ആശുപത്രി മുഴുവൻ ശബ്ദം നിറഞ്ഞു. അതെ, ഒരു ആൺകുഞ്ഞി. ഹരീഷിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ തല താഴ്ത്തി ദീർഘശ്വാസം വിട്ടു. അവളിപ്പോൾ സേഫാണ്, ഹരീഷ് രാജശേഖരനോട് പറഞ്ഞു. രാജശേഖരൻ കസാരയിലിരുന്ന് കരഞ്ഞു. ദൈവമേ നന്ദി. രാജശേഖരൻ ഹരീഷിന്റെ കൈ പിടിച്ചു. മോനെ, നീ എന്റെ മകളെ രക്ഷിച്ചു. ഹരീഷ് ഒന്നും പറഞ്ഞില്ല. അവന്റെ കണ്ണുകളിൽ മാത്രം മറുപടി നൽകി. കുറച്ചു സമയത്തിന് ശേഷം നീലിമ കണ്ണുകൾ തുറന്നു. ആദ്യമായി അവൾ കണ്ടത് ഹരീഷിനെയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കെല്ലാം ഓർമ്മ വന്നു. വേദന, ഭയം, മരണത്തോട് മല്ലടിച്ചത് സമയങ്ങൾ, ഹരീഷ് രക്ഷിച്ചതും. അവൾ പതുക്കെ വിളിച്ചു, ഹരീഷ്. അവൻ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണിൽ കണ്ണുനീരൊഴുകി. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. എന്നോട് നീ മാപ്പാക്കണം. അവൾ കരഞ്ഞു. ആ നിമിഷം ഹരീഷിന്റെ മനസ്സൊരുക്കി. അവൻ അവളുടെ കൈകൾ പിടിച്ചു. പോയതൊന്നും ഇനി പറയണ്ട. നീ സേഫായി. നമ്മുടെ കുഞ്ഞി ഇപ്പോൾ നല്ല രീതിയിൽ. അവന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ അവിടെ തന്നെ മറ്റൊരു ശബ്ദം, മോളെ. അതെ, ഹരീഷിന്റെ അമ്മ ഓടിയെത്തിയിരുന്നു അതേ സമയത്ത്. അവളുടെ കണ്ണിൽ കണ്ണുനീറായി ഹരീഷിന്റെ അമ്മയെ കണ്ടപ്പോൾ. ഒരു നിമിഷം ഹരീഷിന്റെ അമ്മ കുഞ്ഞിനെ നോക്കി ചിരിച്ചു. നീലിമ ഹരീഷിന്റെ അമ്മയെ നോക്കി കണ്ണുകൾ നിറഞ്ഞു. നീലിമ കുഞ്ഞിനെ എടുത്ത് ഹരീഷിന്റെ അമ്മയിൽ കൊടുത്തു. അമ്മേ. ആദ്യമായി നീലിമ അമ്മേ എന്ന് ഹരീഷിന്റെ അമ്മയെ വിളിച്ചു. എന്നോട് മാപ്പാക്കണം. ആ വാക്കുകൾ അമ്മയുടെ ഹൃദയം നിറച്ചു. അമ്മ ഉടനെ തന്നെ നീലിമയെ ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നോട് കോപമില്ല മോളെ. ഹരീഷും നീലിമയെ ചേർത്ത് പിടിച്ചു. ആ ചെറിയ കുഞ്ഞ് അവരുടെ ഇടയിൽ പുതിയൊരു തുടക്കമായി. രാജശേഖരൻ ഇതെല്ലാം കണ്ടു നിന്നു. രാജശേഖരന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ആദ്യമായി അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഇപ്പോൾ എന്റെ മകൾ ശരിക്കും സന്തോഷത്തോടു കൂടി ജീവിക്കും. അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെട്ട ജീവിതം സ്നേഹം കൊണ്ട് തിരികെ കിട്ടി. സമ്പത്തല്ല, സ്ഥാനമല്ല, സ്നേഹമാണ് ജീവിതം. അഹങ്കാരം ഒരു ബന്ധം പോലും നിലനിർത്തില്ല. പക്ഷെ സ്നേഹം തകർന്ന ഹൃദയങ്ങളെ വീണ്ടും ഒന്നാക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ നീലിമ.